കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശും മലയാള സിനിമയിലെ ചില താരങ്ങളും എറണാകുളം സ്റ്റാർ ഹോട്ടലിൽ ലഹരി മരുന്നുമായി കണ്ടെത്തി. മരട് പോലീസ് ഓം പ്രകാശിനെയും കൂടെ ഉണ്ടായിരുന്ന കൊല്ലത്തെ മര വ്യവസായി ഷിഹാസിനെയും അറസ്റ്റ് ചെയ്തു. രണ്ടുപേരെയും അല്പം ലഹരി മരുന്ന് കൊക്കൈൻ്റെ അംശങ്ങളും ഉണ്ടായിരുന്നു. മരട് പോലീസ് അവിടെ വന്ന് റെയ്ഡ് ചെയ്തപ്പം സ്റ്റാർ ഹോട്ടലിൽ സാധാരണഗതിയിൽ പോലീസ് എത്താറില്ല. VIP വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സുരക്ഷിതമാണ് എന്നാണ് ഓം പ്രകാശ് കരുതിയത്. അവിടെ 3 മുറിയാണ് ഓം പ്രകാശ് എടുത്തത്. ഒരു മുറിയിൽ ഓം പ്രകാശും ഷിഹാസും, മറ്റാരുടെ പേരിലാണ് മുറി എടുത്തിരുന്നെങ്കിലും ഒരു മുറിയിലെ കുപ്രസിദ്ധ തിരുവനന്തപുരത്തെ ഗുണ്ട ഓം പ്രകാശും കൊല്ലത്തെ ഒരു മരവ്യാപാരിയും ഷിഹാസും മുറിയിലുണ്ടായിരുന്നു. മരട് പോലീസ് അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. തൊട്ടടുത്ത 2 മുറികളിൽ ഇവർ ബുക്ക് ചെയ്തിരിക്കുന്നതായിട്ട് പോലീസ് കണ്ടെത്തി. ആ മുറികളിൽ 20ഓളം ആൾക്കാർ വന്നു പോയിരിക്കുന്നു. അതിനകത്ത് മലയാള സിനിമയിലെ പ്രിയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഏകദേശം 10-20 പേരുകൾ അവിടെ വരുന്നത് മയക്കുമരുന്നിന് വേണ്ടി തന്നെയാണ്. ഓം പ്രകാശാണ് ഈ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നത്. 10-20 പേർക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവരുടെ 2 പേരുടെയും കയ്യിൽ അല്പം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അത് അത്രയും ക്വാണ്ടിറ്റി കൈവശം വെക്കാനുള്ള ഒരു റൈറ്റ് ഒരു പൗരനുള്ളത് കൊണ്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവർ ജാമ്യത്തിൽ പോയി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ മരട് പോലീസ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. എറണാകുളത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഈ ഗുണ്ടാവിനെതിരായിട്ട് ശക്തമായ നടപടി പോലീസ് എടുക്കണം, ആഭ്യന്തര വകുപ്പ് എടുക്കണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ ശേഷം സമൂഹത്തിൽ നിന്ന് ഇയാളെ കൃത്യമായി നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ പേരിലുള്ള കേസുകളെല്ലാം പ്രോസിക്യൂഷൻ ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് നടത്തി ഇയാളെ ശിക്ഷിപ്പിച്ചകത്ത് വിടണം. കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുകയാണ് സമൂഹത്തിലെ എല്ലാ രംഗത്തും ഇയാൾ ഉണ്ട്, അയാളുടെ ഒപ്പം ഡ്രഗ്സ് ഉണ്ട്. ഇപ്പം അവിടുത്തെ സ്റ്റാർ ഹോട്ടലിൽ പോയി 2 പേരും ചെന്നിരിക്കുന്ന ഡ്രഗ്സ് വിൽക്കാനാണ്. അവര് കയ്യിൽ വിറ്റ് കഴിഞ്ഞു. വന്നുപോയവരുടെ ലിസ്റ്റാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മലയാള സിനിമയത്തിലെ ചെറുപ്പക്കാരായ പലരും അവിടെ വന്നു പോയി എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മരട് പോലീസ് കൃത്യമായി ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. ജാമ്യത്തിൽ പോയത് കാര്യമില്ല. അവിടെ വിറ്റ കൊക്കൈൻ എത്രയാണെന്ന് കണ്ടെത്തണം, എത്ര പേര് അത് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തണം, അവരാരൊക്കെയാണ് അത് ഉപയോഗിച്ചതെങ്കിൽ അവരെ പ്രതിയാക്കണം. അതുകൊണ്ട് ആ ഹോട്ടലിലെ CCTV ദൃശ്യത്തിലെ ആ മുറിയിൽ വന്നുപോയവരുടെ എല്ലാവരുടെയും ദൃശ്യങ്ങളുണ്ട്. അത് ഓം പ്രകാശിന്റെയും ഷിയാസിന്റെയും ദൃശ്യം ആ കൂടെ ഉണ്ട്. അതുകൊണ്ട് പോലീസിന് എവിഡൻസ് നന്നായിട്ട് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു കേസിനകത്ത് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൊക്കയും കൈവശം വെച്ചുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ കൂടുതൽ അവിടെ വിറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് നടപടികൾ കുറച്ചുകൂടെ കർക്കശമാക്കണം. ഇയാൾ തിരുവനന്തപുരത്തെ പല മർഡർ കേസിലും പല അറ്റംപ്റ്റ് മർഡർ കേസിനകത്തും പ്രതിയായ വ്യക്തിയാണ്. പോലീസിലുള്ള ചില ഓഫീസർമാരുടെ സ്വാധീനം കൊണ്ടാണ് ഇയാൾ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെ ധാരാളം പേരെ ഈ കൊക്കൈൻ്റെയും ഡ്രഗ്സിൻ്റെയും MDMA അടിമയാക്കുന്ന ഇയാളുടെ വിൽപ്പന വളരെ ഹയർ ലെവലിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് DGPയും ആഭ്യന്തര വകുപ്പും അടിയന്തരമായി ശ്രദ്ധ വേണം. ഇയാളെ പോലൊരു സാമൂഹ്യ ദ്രോഹിയെ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ വഷളാക്കുന്ന, അവർക്ക് മുഴുവൻ കൊക്കൈൻ എത്തിച്ചു കൊടുക്കുക. പല കേസുകളും ഇയാൾ ജാമ്യത്തിലാണ്. അത് എല്ലാ കേസുകളും സജീവമായി അതിൻ്റെ ട്രയൽ തുടങ്ങിയിട്ട് ഇയാളെ ശിക്ഷിപ്പിച്ച് അകത്തിടണം. അതുവരെ ഇയാളെ ഒരു കാപ്പ കേസിനകത്ത് അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. എത്രയോ കേസുകളുള്ള ആളാണ്. എത്രയോ സ്ഥലത്ത് ഇയാൾ ഡ്രഗ്സ് വിൽക്കുന്നു. ഇപ്പം തന്നെ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് അടിയന്തരമായി ശ്രദ്ധ. ഇതുപോലെയുള്ള 3, 4, 5 പേരെ നമുക്ക് പെർമനന്റ് ആയിട്ട് ജയിലിലിടാൻ സാധിച്ചെങ്കിൽ
തീർച്ചയായിട്ടും സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ.